ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഈ ഒരു പെൻസിൽ പൗച്ചാണ്. നമ്മൾ കളയാൻ വെച്ചിരിക്കുന്ന തുണിക്കകത്ത് നിന്ന് പെട്ടെന്ന് നമുക്കൊരു 10 മിനിറ്റിൽ ഒരു പെൻസിൽ പൗച്ച് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ 10 ഇഞ്ച് വീതിയും 5 ഇഞ്ച് നീളവുമാണ് എടുത്തിരിക്കുന്നത്. ഞാനൊരു ക്യാൻവാസിൽ ആദ്യം വരയ്ക്കുന്നത്. കാരണം നമ്മൾ ക്ലോത്ത് വെച്ചാണല്ലോ ഉണ്ടാക്കുന്നത്. അന്നേരം പെൻസിലിൻ്റെ പൗച്ചിന് ഇച്ചിരി സ്റ്റഡിയായിട്ട് നിൽക്കണ്ടേ. ആ സ്റ്റഡിയായിട്ട് നിൽക്കാനും വേണ്ടിയിട്ട് ക്യാൻവാസിലാണ് ചെയ്യുന്നത്. അങ്ങനെയൊന്നും വേണ്ടെന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ ക്ലോത്തിൽ തന്നെ ഡയറക്റ്റ് അങ്ങ് വരച്ച് കട്ട് ചെയ്താൽ മതി. ഞാനിത് 2 പീസ് ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ട് നമ്മുടെ ഏത് ക്ലോത്തിലാണോ നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ ക്ലോത്തിൽ വെച്ചിട്ട് ഇതിനകത്ത് ഈ ക്യാൻവാസിന് 2 വശമുണ്ട്. ഒരു വശം ഒരു ഗ്ലേസിങ് ഉള്ളതാണ്. ആ ഗ്ലേസിങ് ഉള്ള ഭാഗത്ത് ഗ്ലൂ ആണ് ഉള്ളത്. അന്നേരം ആ ഗ്ലേസിങ് ഉള്ള ഭാഗം തുണിയുടെ കൊള്ളാത്ത വശത്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ഹീറ്റ് കൊടുത്തൊന്ന് അയൺ ചെയ്യണം. നിങ്ങൾ അയൺ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തുണി ആദ്യം ഒന്ന് അയൺ ചെയ്തിട്ടേ ക്യാൻവാസ് വെച്ചിട്ട് അയൺ ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ അതിനകത്ത് എയർ ബബിൾസ്, ഈ ചുളിവ് കാണുമല്ലോ തുണിക്കകത്ത്. അപ്പോൾ എയർ ബബിൾസ് ഒക്കെ കയറി ഇരുന്ന ഒരു ചുളിവ് കാണും. എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റി. ഇതിനകത്ത് അന്നേരം ഒരു ചുളിവ് വന്നിട്ടുണ്ട്. പിന്നെ ഞാനത് മാറ്റാൻ പോയില്ല. പൗച്ചല്ലേ ഉണ്ടാക്കുന്നത്, അപ്പം കുഴപ്പമില്ല, നീറ്റായിട്ട് തന്നെ ഇരുന്നോളും. അങ്ങനെ ഞാൻ 2 ക്ലോത്തും 2 പീസും ഇങ്ങനെ ഫ്യൂസ് ചെയ്തെടുത്തിട്ടുണ്ട്. ക്ലോത്തിനകത്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. അത് സ്റ്റിക്കായിട്ട് അങ്ങനെ അങ്ങ് ഇരുന്നോളും. എന്നിട്ട് ഈ സെയിം അളവിൽ തന്നെ ഞാൻ 2 ലൈനിങ്ങും കൂടെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു സിബും. ഇത്രയും സാധനങ്ങൾ വേണ്ടിയുള്ളൂ ഈ പൗച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇത്രയും സാധനങ്ങൾ മാത്രം മതി. എന്നിട്ട് ഞാൻ ക്ലോത്തിൻ്റെ നല്ല വശത്തോട്ട് സിബ് ഇങ്ങനെ വെച്ചിട്ട്, സിബിൻ്റെ നല്ല വശം ഉണ്ടല്ലോ, നല്ല വശം വെച്ചിട്ട് ആ ഒരു ഭാഗം ഇങ്ങനെ തിരിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യണം. ആ സിബ് വെക്കുന്നത് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. 2 വശവും അങ്ങനെ നല്ല വശത്തിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ലൈനിങ് ഞാനിപ്പോൾ അറ്റാച്ച് ചെയ്തില്ല. അങ്ങനെ കണ്ടോ, ഞാൻ ആ ക്ലോത്തിനകത്ത് കുറച്ച് എയർ ബബിൾസ് ഉണ്ട്. കാരണം ഞാൻ ചുളിവ് അയൺ ചെയ്യാതെ അതിൻ്റെ മുകളിൽ ക്യാൻവാസ് വെച്ച് ചെയ്തതുകൊണ്ടാണ് കേട്ടോ. ഞാൻ സിബ് വെക്കുന്നത് ശ്രദ്ധിച്ച് നോക്കണേ. ആ സിബ് വെക്കുന്ന രീതിയിൽ തന്നെ വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. സിബ് നേരെ വെച്ചിട്ട് ആ മെത്തേഡിൽ വേണം സ്റ്റിച്ച് ചെയ്യാൻ. എന്നിട്ട് ഞാൻ 2 വട്ടം സ്റ്റിച്ച് ചെയ്ത് സെക്യൂറാക്കി വെക്കുന്നുണ്ട്. 2 വശവും ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ സിബൊക്കെ ഒന്ന് ഇട്ട് നോക്കും, എല്ലാം കറക്റ്റായിട്ടൊക്കെയാണോ വന്നേക്കുന്നത്. എല്ലാം ഓക്കെ ആയിട്ടാണ് വന്നത്. എന്നിട്ട് ഓപ്പൺ ചെയ്തിട്ട് ആ ക്ലോത്ത് നന്നായിട്ടൊന്ന് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത ലൈനിങ് ഉണ്ടല്ലോ, ആ ലൈനിങ് നല്ല വശമാണേ, ക്ലോത്തിൻ്റെ നല്ല വശമാണ് ഞാൻ കാണുന്നത്, അവിടെ ഇങ്ങനെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യണം. ഞാനിപ്പോൾ കാണിക്കുന്ന ആ ഭാഗത്തൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഞാനവിടെ സ്റ്റിച്ച് ചെയ്തതൊന്നും കാണിച്ചില്ല. ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത് ഓൾറെഡി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ തിരിച്ച് ഇട്ടിട്ട് നന്നായിട്ട് നീറ്റായിട്ട് സിബൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കണം, എല്ലാം കറക്റ്റായിട്ട് തന്നെ വീഴുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ. എന്നിട്ട് നമ്മുടെ ക്ലോത്തിൻ്റെ നല്ല വശവും ഒരുമിച്ച് വെക്കണം. ലൈനിങ് ഒരുമിച്ച് വെക്കണം. ഇങ്ങനെ നിവർത്തി വെക്കുമ്പോൾ തന്നെ അങ്ങനെ ആവും. എന്നിട്ട് എക്സസ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളയാം. എനിക്ക് കുറച്ച് എക്സസ് ആയിട്ടുള്ള ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വേസ്റ്റ് തുണിക്കകത്ത് ഇങ്ങനെ ഓരോരോ സാധനങ്ങൾ ചെയ്യുന്ന വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കത്തില്ലല്ലോ അല്ലേ. അപ്പം ലൈക്കും കൂടെ ഒന്ന് ചെയ്തേക്കണം. ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്ത് വെച്ചാൽ എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായിട്ട് വരും. എന്നിട്ട് നമ്മൾ നല്ല വശത്ത് ഫുൾ സ്റ്റിച്ചും ലൈനിങ്ങിന് ഇച്ചിരി ഗ്യാപ്പ് ഇട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. നല്ല വശത്തിന് ഒരു വശം ഫുള്ള് സ്റ്റിച്ച് ഇടണം, ലൈനിങ്ങിന് ഇച്ചിരി സ്ഥലം ഗ്യാപ്പ് ഇടണം. എന്നിട്ട് ഇനി ഞാൻ ചെയ്യുന്ന ആ സംഭവം ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി, മനസ്സിലാവും. വലിയ കാര്യമൊന്നുമില്ല. അതായത് നമ്മൾ സിബ് വെച്ചില്ല, അതിൻ്റെ മിഡിലും ആ സ്റ്റിച്ച് വരുന്നതിൻ്റെ മിഡിലും ഒരുമിച്ച് വെക്കണം. നല്ല ക്ലോത്തിൻ്റെയും ലൈനിങ്ങിൻ്റെയും സെയിം അങ്ങനെ വെച്ചിട്ട് ഒരുമിച്ച് വെച്ചിട്ട് ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഞാൻ പറയുമ്പോൾ മനസ്സിലായില്ലെങ്കിലും കാണുമ്പോൾ മനസ്സിലാവും. ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചൊന്ന് നോക്കിയാൽ മതി, ക്ലിയർ ആയിട്ടല്ലേ കാണിക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ രണ്ടും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് ലൈനിങ്ങും നല്ല വശവും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി. വേറെ വേറെ ആയിട്ടൊന്നും സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. രണ്ടും കൂടി ഒരുമിച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ട ആ വഴി കൂടാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. 2 വശം അപ്പുറം ഇപ്പുറം സ്റ്റിച്ച് ചെയ്യണം. ഞാനിപ്പോൾ 2 വശവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് എക്സസ് ആയിട്ടിരിക്കുന്ന കുറച്ച് നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് നീറ്റാക്കി എടുക്കാം. എന്നിട്ട് നമ്മൾ ലൈനിങ്ങിനകത്ത് കുറച്ച് ഗ്യാപ്പ് ഇട്ടായിരുന്നല്ലോ, ആ ഗ്യാപ്പിൽ കൂടെ അകത്ത് കിടക്കുന്ന ആ സിബ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫിംഗർ കയറ്റിയിട്ട് സിബ് ഒന്ന് തുറന്നിട്ട് ആ ഗ്യാപ്പിൽ കൂടെ നമ്മൾ ഉള്ളിലുള്ള ക്ലോത്ത് തിരിച്ചെടുക്കണം. ഗ്യാപ്പിൽ കൂടി ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വലിച്ചിങ്ങനെ എടുത്താൽ മതി. അന്നേരം അകത്ത് കിടക്കുന്ന ക്ലോത്ത് വെളിക്കോട്ട് ഇങ്ങനെ വന്നോളും. കാണുമ്പോൾ നന്നായിട്ട് മനസ്സിലാവുമല്ലോ. പെട്ടെന്നായിട്ടോ ചെയ്തെടുക്കാൻ നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് പറ്റും. വലിയ കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല. എന്നിട്ട് അതിൻ്റെ എഡ്ജൊക്കെ ഒന്ന് എന്തെങ്കിലും ഒരു ഷാർപ്പ് സാധനം വെച്ചിട്ടൊന്ന് ജസ്റ്റ് കുത്തി ഇങ്ങനെ നന്നായിട്ട് നീറ്റാക്കി എടുക്കാം. ഞാൻ ഫിംഗർ വെച്ച് തന്നെ ചെയ്തത്. ഫിംഗർ വെച്ച് ചെയ്താലും നീറ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ.
ഞാൻ സിസേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആ ഷാർപ്പായിട്ടുള്ള ഭാഗം എല്ലാം നല്ല നീറ്റായിട്ട് എടുക്കണം. നീറ്റായിട്ട് എടുത്തിട്ട് ഇനി ചെയ്യുന്നതെന്ന് ശ്രദ്ധിച്ചു നോക്കണേ. ഞാൻ അതിൻ്റെ കോർണർ ഉണ്ടല്ലോ, കോർണറിൽ 1 സെൻറ്റിമീറ്റർ, ഇഞ്ചല്ല സെൻറ്റിമീറ്ററിൽ ഒരു സ്ക്വയർ വരയ്ക്കുക. 4 കോർണറിൽ ഞാൻ അങ്ങനെ വരയ്ക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇത്രയും ആക്കുമ്പോൾ തന്നെ നമുക്ക് സാധനങ്ങളൊക്കെ ഇടാൻ പറ്റും, എന്നാലും ഒന്ന് സ്റ്റഡി ആയിട്ട് ഒന്ന് പൊങ്ങി നിൽക്കാനും വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. 4 കോർണറും വരച്ചിട്ട് ഈ കോർണറെല്ലാം ഇങ്ങനെ നിവർത്തി വെച്ചിട്ട് ആ 1 സെൻറ്റിമീറ്റർ അത് വരച്ചല്ലോ, അവിടെ നിന്നൊരു സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ കാണും. ആ ലൈനിനകത്ത് നിന്ന് നേരെ ഒരു വരയും കൂടെ കൊടുക്കണം. കണ്ടോ, ഞാനിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട്. 4 കോർണർ ഇതുപോലെ തന്നെ വരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ വരച്ചെടുത്തേക്കുന്ന ഭാഗത്തോട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഞാനിങ്ങനെ ആ 4 ഭാഗവും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ആ എക്സസ് ആയിട്ട് നിൽക്കുന്ന ഭാഗമെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഇനി ചെയ്യുന്നതൊന്ന് ശ്രദ്ധിച്ച് നോക്കണേ. എന്നിട്ട് അത് ഇങ്ങനെ തിരിച്ചെടുത്തിട്ട് 4 കോർണറും ഇങ്ങനെ തിരിച്ചെടുക്കുന്നു. അതായത് കട്ട് ചെയ്ത ഭാഗം ഉള്ളിലോട്ടാവണം. എന്നിട്ട് അകത്ത വശത്തോടു കൂടി ആ കോർണറിൽ ഒരു സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ. 4 വശവും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഞാൻ 4 വശവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ തിരിച്ചെടുത്താൽ നമ്മുടെ പെൻസിൽ പൗച്ച് റെഡി ആയിട്ടുണ്ടായിരിക്കും. ജസ്റ്റ് എല്ലാവരും ഒന്ന് ചെയ്തു നോക്ക്. വീട്ടിലൊക്കെ വെറുതെ ഇരിക്കുമ്പം ഒക്കെ ഒന്ന് ചെയ്തു നോക്കാൻ പറ്റുന്നതേ ഉള്ളൂ. നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്കായിട്ടുള്ള സാധനങ്ങളൊക്കെ സ്വന്തമായിട്ട് ഉണ്ടാക്കുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ. അന്നേരം നമ്മളിങ്ങനെ ക്രാഫ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ആവുന്ന ഒരു സാധനവും കൂടെ ആകുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ. ഇതിനകത്ത് നല്ല രീതിക്ക് എല്ലാം കൊള്ളും കേട്ടോ. ഞാൻ ഇത്രയും പേന ഇട്ടുണ്ടെങ്കിൽ ഇഷ്ടംപോലെ സ്ഥലം ബാക്കിയുണ്ട്. സ്കെയിലോ പെൻസിലോ ഇറേസറോ ഷാർപ്പനറോ എന്ത് വേണമെങ്കിലും ചെയ്യാം. അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ കുഞ്ഞുങ്ങൾക്ക് സന്തോഷമായിരിക്കും. അമ്മ ഉണ്ടാക്കി തന്നെയാണല്ലോ എന്നും വെച്ചിട്ടുള്ളത്. അപ്പം പെൻസിൽ പൗച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയണേ. ഇനി ഇങ്ങനത്തെ വീഡിയോസ് വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.